ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന മില്ലറ്റ് ദോശയാണ്. ലിറ്റിൽ മില്ലറ്റ് ദോശ ഭയങ്കര ഹെൽത്തിയാണ്. ഡയബറ്റിക്സിനും വെയിറ്റ് ലോസിനൊക്കെ നല്ല ഹെൽത്തി ആയിരിക്കും. റൈസിൻ്റെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇതെങ്ങനെ ഉണ്ടാക്കും നമുക്ക് നോക്കാം. ഫിംഗർ മില്ലറ്റ് കുതിർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 1:4 റേഷ്യോയിൽ ഉഴുന്നും മില്ലറ്റ്സും ഇടണം. ഫിംഗർ മില്ലറ്റ് പറഞ്ഞാൽ നമ്മുടെ ചാമ തന്നെയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു കപ്പാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ എന്ത് കപ്പ് എടുക്കുന്നു അതിൻ്റെ 1:4 റേഷ്യോയിലാണ് ഉഴുന്നും മില്ലറ്റും യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു കപ്പ് ഉഴുന്നും ഞാൻ 4 കപ്പ് മില്ലറ്റ്സാണ് ഇവിടെ ഇടുന്നത്. ഓക്കെ, പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് അവലും 1 സ്പൂൺ ഉലുവയും ഇതെല്ലാം കൂടി നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നല്ല വെള്ളം ഒഴിച്ചിട്ട് 2 മണിക്കൂർ സോക്ക് ചെയ്ത് വെക്കണം. 2 മണിക്കൂർ സോക്ക് ചെയ്ത ശേഷം എല്ലാം കൂടി നല്ല നൈസായിട്ട് അരച്ചെടുക്കാം. ഇത് വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല. മറ്റേ നല്ലോണം വാഷ് ചെയ്തിട്ട് നമുക്ക് ഒരു 2 hours നല്ല വെള്ളം ഒഴിച്ചിട്ട് സോക്ക് ചെയ്ത് വെക്കണം. ഇതങ്ങനെ വാഷ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഡേർട്ടെല്ലാം നന്നായി റിമൂവ് ചെയ്തിട്ട് സോക്ക് ചെയ്ത് വെക്കാം. നല്ലോണം വാഷ് ചെയ്തു നല്ല വെള്ളം ഒഴിച്ച് വെക്കുകയാണ്. നമ്മൾ അരയ്ക്കാനും കൂടി ഈ വെള്ളം തന്നെ ഉപയോഗിക്കും, വേറെ വെള്ളം എടുക്കില്ല. അപ്പോൾ ഇത് വെള്ളം കളയാൻ പാടില്ല. അപ്പോൾ വാഷ് ചെയ്ത ശേഷം നല്ല വെള്ളം ഒഴിച്ച് വെച്ചിട്ട് ആ വെള്ളം തന്നെ ഉപയോഗിച്ച് അരയ്ക്കാൻ എടുക്കാം. മെയിനായിട്ട് നമ്മൾ ഉഴുന്നിലത്തെ വെള്ളം എടുക്കുക, മറ്റുള്ള വെള്ളം ആവശ്യം ഉണ്ടാവില്ല. ഓക്കെ 2 hours ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇത് അരയ്ക്കാം. അത് ഇതെടുക്കാം. ഇതിലേക്ക് ഉഴുന്നിടാം. നന്നായിട്ട് സോക്കായിട്ടുണ്ട്. മില്ലറ്റ്സ് വെയിറ്റ് ലോസിനും പിന്നെ ഡയബറ്റിക്സ് ഉള്ളവർക്കെല്ലാം നല്ലൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിരിക്കും. നമ്മൾ അരി ദോശ മാറ്റിയിട്ട് മില്ലറ്റ്സ് കഴിക്കുന്നത് വീക്ക്ലി ഒരു 2-3 times എങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ആക്കി കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഇതിൽ തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ട് അരച്ചെടുക്കാം. നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള മില്ലറ്റ്സും കൂടി മിക്സി ജാറിലേക്ക് ഇട്ട് നല്ലോണം പേസ്റ്റ് രൂപത്തിൽ അരച്ചിട്ട് രണ്ടും കൂടി മിക്സ് ആക്കി വെക്കണം. ഫിംഗർ മില്ലറ്റ്സ് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. നമുക്ക് നേരത്തെ അരച്ച് വെച്ച ഉള്ളിലേക്ക് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് വെക്കാം. ഈ സെയിം ബാറ്റർ ഇഡ്ഡലിക്കും യൂസ് ചെയ്യാം, ദോശയ്ക്കും യൂസ് ചെയ്യാം. നമ്മൾ തോനെ അരച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നെക്സ്റ്റ് ഡേ ഉപയോഗിക്കാം. ഇതിപ്പോൾ ഒരു 8 hours ഫെർമെൻ്റ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇത് രാത്രി അരയ്ക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം രാവിലത്തേക്ക് കറക്റ്റായിരിക്കും. അപ്പോൾ രാവിലെ എടുക്കുമ്പോൾ ഉപ്പൊക്കെ ആവശ്യത്തിന് ആ സമയത്ത് ആഡ് ചെയ്താൽ മതി. നല്ലോണം ഇളക്കി കൊടുക്കും. മറ്റേ നമ്മുടെ ഉഴുന്നും ഫിംഗർ മില്ലറ്റും ഉഴുന്നും ലിറ്റിൽ മില്ലറ്റും നന്നായി മിക്സ് ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് അടച്ചു വയ്ക്കാം. പിന്നെ ഇത് അടച്ചു വയ്ക്കുമ്പോൾ നമ്മൾ വളരെ ടൈറ്റിലിട്ട് വെക്കരുത്.
നോർമലായിട്ട് ഇതിനിപ്പോൾ ഹോളുണ്ട്, അതുകൊണ്ട് അത് ഫെർമെൻറ്റ് ആവാനുള്ള എയർ സർക്കുലേഷൻ എല്ലാം നടക്കുമല്ലോ, എയർ സ്പേസ് ഉണ്ടാവും. അതുകൊണ്ട് ഇത് കുറച്ച് എയർ ടൈറ്റ് ആണെങ്കിലും ഇവിടെ ഒരു ഹോളിനുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാവില്ല. ഈ ടാർട്സ് നമുക്ക് ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ രാവിലെ ഫെർമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഈവനിങ് ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മൾ രാത്രി ഉപയോഗിക്കുമ്പോൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് ആ സമയത്ത് എടുക്കുകയാണെങ്കിൽ നന്നായിട്ട് മാവ് പൊന്തിട്ടുണ്ടാവും. അപ്പോൾ 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പോൾ ഫെർമെൻറ്റ് ആയിട്ടുണ്ടോ നോക്കാം. കുറച്ച് ഫെർമെൻറ്റ് ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഉപ്പിടാം. ഉപ്പ് എപ്പോഴും നമ്മളിങ്ങനെ കയ്യിലേക്ക് ആവശ്യമുള്ളത് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ ചേർത്തു. അതിന് നമുക്ക് ദോശ ചുട്ടെടുക്കാം. നമുക്ക് ദോശ ഉണ്ടാക്കാം. പാൻ വെച്ചിട്ടുണ്ട്, പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ മാവെടുത്ത് ഒഴിച്ച് നോക്കാം. കുറച്ച് ഓയിൽ അല്ലെങ്കിൽ നെയ്യ് ഇട്ട് കൊടുക്കാം. നമ്മളിതൊരു പ്ലേറ്റിലേക്ക് ഇട്ടു. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഉണ്ടാക്കിയ ദോശനെ കാണിച്ചു തരാം. നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റിയാണ്. നമ്മുടെ മറ്റേ സാധാ അരിദോശയുടെ അതേ ടെക്സ്ചറുണ്ട്, ടേസ്റ്റും അതുപോലെ തന്നെയാണ്. നമുക്ക് മനസ്സിലാവുകയില്ല ഇത് മറ്റേ നമ്മുടെ ചാമരി കൊണ്ട് ഉണ്ടാക്കിയ ദോശയാണ്. അപ്പോൾ ഇത് ഡയബറ്റിക്സ് ഉള്ളവർക്കും വെയിറ്റ് ലോസ് ട്രൈ ചെയ്യുന്നവർക്കെല്ലാം ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം. ഉണ്ടാക്കിയിട്ട് കമൻസ് വഴി അറിയിക്കുക എങ്ങനെയായിരുന്നു നിങ്ങളുടെ ദോശയുടെ ടേസ്റ്റ്, ടെക്സ്ചറൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു. നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഞാൻ ദോശയുടെ കൂടെ എഗ് റോസ്റ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല കോമ്പിനേഷനാണ്. വെജ് കഴിക്കുന്നവർക്ക് നല്ല കോക്കനട്ട് ചട്നി, വൈറ്റ് ചട്നി, ഗ്രീൻ ചട്നി എല്ലാം യൂസ് ചെയ്ത് കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.